കമൻറ്റ് വന്നപ്പോൾ ഞാൻ മൊത്തം വായിച്ചു. ഇത്രയും മോശം രീതിയിൽ വരുന്ന ഒട്ടും വിചാരിച്ചില്ല. അപ്പം ഞാൻ ഇത് മൊത്തം ഇങ്ങനെ കണ്ട് ലാസ്റ്റ് ഞാൻ ഏട്ടനോട് ചോദിച്ചത്, ഏട്ടൻ എൻ്റെ ജീവിതം ഞാൻ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന് ചോദിച്ചത്. ഞാൻ ചോദിച്ചു അന്ന് തന്നെ ചോദിച്ചു. എനിക്ക് വെച്ചാൽ ഞാനൊരു ലൈഫ് വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഇത് ഇത്രക്കും ആൾക്കാർക്ക് ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന രീതിയിലെത്തുന്നു. നമ്മളൊന്നും ചെയ്തില്ല, ഒരു കല്യാണം കഴിച്ചാലേ ഉള്ളൂ. ഇപ്പം നല്ല പാകമാണ്. അമ്മയൊക്കെ എട്ടിച്ചു വിടുന്നതിന് പകരം മോളെ കെട്ടിച്ചു വിടണമായിരുന്നു. എന്ത് തെറ്റാ എൻ്റെ മോള് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മക്കൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചതാണ് ഇത്ര വലിയ തെറ്റ്. ആ മകൾ സന്തോഷിക്കാണ് അച്ഛൻ ഇങ്ങനെയാണ് കമന്റ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു സഹോദരി സന്തോഷിക്കാണ് സ്വന്തം സഹോദരൻ ഇങ്ങനെയാണ് കമന്റ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മ സന്തോഷിക്കാണ് എൻ്റെ മോൻ പഠിച്ച് വളർന്നുപോയി ഇങ്ങനെയൊക്കെ അവൻ എഴുതാൻ അറിയാമെന്നുള്ളത്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നാട് അധപ്പതിച്ചു. പക്ഷേ ഇപ്പം ഏട്ടൻ പറഞ്ഞ പോലെ ശരിക്കും അന്ന് ഞാൻ പറഞ്ഞത് പൊട്ട തെറ്റായിരുന്നു. അതെൻ്റെ വിഡിത്തായിപ്പോയി. വേണ്ടാതെന്ന് പറഞ്ഞത് വേണമായിരുന്നു ശരിക്കും. അല്ല, ഞാൻ അവരെ ചീത്ത പറയല്ല. അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു കൂട്ട് കിട്ടിയില്ല. കറക്റ്റ്. അവർക്ക് ആ ഒറ്റപ്പെടൽ, അവർക്ക് എന്നെ കാണുമ്പോൾ അവർക്ക് ആ ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റുന്നില്ല. അതൊരു രോഗമാണ്. അവർക്ക് തോന്നുന്ന ആ ചില തോട്ട്സ്, ഈ കളവൻ എന്താണ്, ഇവൻ അങ്ങനെ ആവുന്നില്ല ഇങ്ങനെ ആവുന്നില്ല, ഇതെല്ലാം അവരെ വെച്ചിട്ടാണ് അവർ ജഡ്ജ് ചെയ്യണത്. അവർ പറഞ്ഞ കമൻസ് എല്ലാം അവർക്ക് ആപ്ലിക്കബിളാണ്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും ആരെങ്കിലും ചീത്ത പറയാന്നുണ്ടെങ്കിൽ താങ്ക് യു സെയിം ടു യു എന്ന് പറയുന്ന പോലെ താങ്ക് യു സെയിം ടു യു. ഈ പറഞ്ഞതിനെ കുറിച്ച് നമുക്കൊരു പരിചയമുണ്ടല്ലോ. ഒരു സ്ത്രീ എന്ന നിലയിലേക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഉണ്ടാകാം ഓരോന്ന് കേൾക്കുമ്പോൾ. സ്വാഭാവികമാണ്. എനിക്കും ഭാര്യയുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്. ഒരു സ്ത്രീക്കാണ് കൂടുതൽ ദുഃഖമുണ്ടാവുന്നത്. ആ ഒരു ദുഃഖത്തിന് എപ്പോഴും താങ്ങായിട്ടാണ് നിൽക്കുന്നത്, അല്ലേ? ആ ഇത്തരം ഒരു കമന്റുകളൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്തത്? ഞാൻ ഫസ്റ്റ് ഡേ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഇത് മൊത്തം വായിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, സൈബർ രോഗികൾ ഇത് കണ്ടിട്ട് വിവാഹരാത്രി അത് അല്ല, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് നമുക്ക് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്ക് മാറ്റാൻ പറ്റും, നമ്മളെന്താണെന്ന് നമുക്കറിയാം. അപ്പം ഈ കമൻറ്റ് വന്നപ്പോൾ ഞാൻ മൊത്തം വായിച്ചു. എനിക്ക് ആദ്യം അറിയായിരുന്നു കമൻറ്റ് വരും. ഞാൻ ഏട്ടനോട് ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത്, ഏട്ട കമൻസൊക്കെ വരും. കാരണം വെച്ചാൽ നരച്ച് നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ തന്നെ പ്രായത്തിൻ്റെ ഇത് പറയായിരുന്നു. നമുക്കറിയാം എത്ര പ്രായമുണ്ടെന്ന്. അത് ബേസ് ചെയ്തിട്ട് വരുന്ന വിചാരിച്ചത്. പക്ഷേ ഇത് ഇത്രയും മോശം രീതിയിൽ വരുന്ന ഒട്ടും വിചാരിച്ചില്ല. അപ്പം ഞാൻ ഇത് മൊത്തം ഇങ്ങനെ കണ്ട് ലാസ്റ്റ് ഞാൻ ഏട്ടനോട് ചോദിച്ചത്, ഏട്ടൻ എൻ്റെ ജീവിതം ഞാൻ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന് ചോദിച്ചത്. ഞാൻ ചോദിച്ചു അന്ന് തന്നെ ചോദിച്ചു. എനിക്ക് വെച്ചാൽ ഞാനൊരു ലൈഫ് വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ഇത് ഇത്രക്കും ആൾക്കാർക്ക് ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന രീതിയിലെത്തുന്നു. നമ്മളൊന്നും ചെയ്തില്ല, ഒരു കല്യാണം കഴിച്ചാലേ ഉള്ളൂ. ആളറിയേ, വീട്ടുകാരറിയേ, മക്കളെ സമ്മതത്തോടു കൂടി എല്ലാവരും കാണുകയെ നമ്മൾ കല്യാണം കഴിച്ചാൽ എന്താണ് ഇത്ര തെറ്റ്. സത്യം ഞാൻ പറഞ്ഞേ, ഞാൻ അതിൽ നിന്നൊക്കെ വിട്ട് വന്ന ഒരാളാണ്. അത്രയും ലൈഫിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച് വന്നിട്ടും പിന്നെയും നമ്മളെ ജീവിക്കാൻ വിടുന്നില്ല എന്നുള്ള ഒരവസ്ഥയത്തുമ്പോൾ ഞാൻ ചോദിച്ചതാണ്. പക്ഷെ എനിക്ക് കുറേ സമയം എനിക്ക് ക്ലാസ് എടുത്തു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ, എന്നാൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് സെറ്റായി. അല്ല, ആ ഒരു ചിന്താഗതി പോലും പാടില്ല. പക്ഷെ നമുക്ക് ഒരു നിമിഷത്തെ ഇത് പോലെ നമ്മൾ എത്ര വേണ്ട എന്ന് പറഞ്ഞ് നമ്മളിപ്പം മറ്റുള്ളവരെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്, അത് ചെയ്യരുത്. ഡൗൺ ആകുന്ന സമയത്ത് 8 മിനിറ്റ് സംസാരിക്കാൻ ഒരാളുണ്ടായാൽ മതി. ദാറ്റ്സ് എ റൂൾ. തീർച്ചയായിട്ടും. ഒന്ന് ഇത്തരം ഒരു ആത്മഹത്യ ടെൻഡൻസി ഉള്ളപ്പോൾ നമ്മൾ പുറയുന്ന വിളിച്ചാൽ മതി, ഇത് തിരിയുന്നതാണ് സയൻസ് പറയുന്നത്, അല്ലേ? അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ചിന്താഗതി പോയപ്പോൾ ആ ഒരു ക്ലാസ് എന്ന് പറയാനല്ലോ, ഇനി ദൈവം വിളിച്ചാൽ പോലും നമ്മൾ പോകാത്ത രീതിയിലുള്ള ക്ലാസ് കിട്ടിയേക്കണം. തീർച്ചയായും. അല്ലേ? അതെ. പിന്നെ വിഷമം മോളെ പറ്റി പറഞ്ഞു. അതായിരിക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത്രയും മോശമായിട്ടാണ് മോളെ പറഞ്ഞത്. അല്ല, അതിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ മോക്ക് എന്നെ അറിയാം, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയാം. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് അവരുടെ ഭാര്യയും മകൾക്കും അങ്ങനെ അറിയാമെന്ന് പറയാൻ പറ്റും? പറ്റില്ല. അത് പറ്റുന്നുണ്ടെങ്കിൽ ഐ അഗ്രി. ആ മകൾ സന്തോഷിക്കാണ് അച്ഛൻ ഇങ്ങനെയാണ് കമൻ്റ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു സഹോദരി സന്തോഷിക്കാണ് സ്വന്തം സഹോദരൻ ഇങ്ങനെയാണ് കമൻ്റ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മ സന്തോഷിക്കാണ് എൻ്റെ മോൻ പഠിച്ച് വളർന്നുപോയി ഇങ്ങനെയൊക്കെ അവൻ എഴുതാൻ അറിയാമെന്നുള്ളത്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നാട് അധപ്പതിച്ചു. ഐ എം ഓക്കെ. അപ്പോൾ അങ്ങനെ അഭിമാനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, അവരെന്തും ചെയ്യട്ടെ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് എനിക്ക് മോളെക്കുറിച്ച് പറയുമ്പോൾ
ആ റിസപ്ഷനിലൊക്കെ മോള് എന്ത് ഹാപ്പിയാണ് അല്ലേ? അപ്പൊ ആ മോളുടെ മനസ്സാണ് നമ്മള് ആ കുട്ടിയെ കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇവർക്കൊക്കെ എന്താ പേരുണ്ട് നമുക്ക് പോലും ഇല്ല. മൂത്ത് അങ്ങനെയല്ല ഇപ്പം ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എൻ്റെ മോളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അതിനകത്ത് എഴുതിയതാണ് മൂത്ത് പാകമായി മോള് ഇപ്പം നല്ല പാകമാണ്, അമ്മയൊക്കെ കെട്ടിച്ചു വിടുന്നതിന് പകരം മോളെ കെട്ടിച്ചു വിടണമായിരുന്നു. എന്ത് തെറ്റാ എൻ്റെ മോള് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മക്കൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചതാണ് ഇത്ര വലിയ തെറ്റ്. അമ്മയ്ക്കൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചതും മോളും എല്ലാവരും കൂടി ആഗ്രഹിച്ച് നല്ലൊരു അച്ഛനെ എനിക്ക് വേണമെന്ന് അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷമുള്ള മുഹൂർത്തം ഒരു അമ്മയ്ക്ക് ഏതാണുള്ളത്? തീർച്ചയായും അല്ലേ? അത്രയും സന്തോഷമുള്ള ഒരു അമ്മയാണ് ദിവ്യ, അത്രയും സന്തോഷമുള്ള അമ്മയാണ്. ദിവ്യയുടെ കണ്ണിൽ ഒരു കാലഘട്ടത്തിൽ നനയാൻ പാടില്ല. അല്ല, അത് ഇപ്പോൾ പറഞ്ഞ നല്ല അച്ഛൻ എന്നുള്ള ആ ഒരു ഞാൻ എൻ്റെ ജീവിതം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങൾ, അത് കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. അത് മതി. നമ്മൾ വേറെ ആരെയാണ് ഇത് ഈ നാട്ടുകാരെ മൊത്തം നോക്കിയോ? 1000 കുടങ്ങൾ കിട്ടിയിട്ടാൽ വാ അങ്ങനെ എന്തൊരു ചൊല്ലുണ്ടല്ലോ. 1000 കുടത്തിന്റെ വായു മുടിക്കട്ടെ, ഒരാളുടെ നാഹ് മുടിക്കട്ടാൻ പറ്റില്ല. അത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. അതങ്ങനെ അവര് കമന്റ് ഇട്ട് രാത്രിയൊക്കെ എൻജോയ് ചെയ്ത് അവർ ജീവിക്കട്ടെ. നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് തുടരാം. ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് പ്രോഗ്രാമിനൊന്ന് ട്രിവാൻഡ്രത്ത് റിസപ്ഷൻ മോളൊക്കെ എന്താ ഹാപ്പിയായി ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ മോളിലേക്ക് ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? മോക്കുണ്ടാവും സന്തോഷം. ആ സന്തോഷമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത്. അതാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടത്. മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ അസൂയായിരിക്കും. അവരുടെ വീട്ടിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ആളില്ലല്ലോ. ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ചില ആളുകളുണ്ടാവില്ല, ഞാൻ കഴിക്കാൻ പറ്റാതെ. അതെ, അതിനും കുറെ വന്നല്ലോ. നമ്മള് അവിടെ ബെഡ്റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും മീഡിയക്ക് മുന്നിൽ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നല്ലോ. നമ്മളവിടെ എന്താ തെറ്റാ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ കല്യാണം കഴിച്ചു, ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചു, നമ്മൾ എല്ലാവരും മുഖേന കല്യാണം കഴിച്ചു. അതിൽ മക്കളും എല്ലാവരും ഹാപ്പിയാണ്. അത് നമ്മൾ റിസപ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാട്ട് പാടിയിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്, നമ്മൾ ഹഗ് ചെയ്തിട്ടുണ്ട്, കിസ് ചെയ്തിട്ടുണ്ട്. അതിലെന്താ ഇപ്പൊ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് നടക്കാൻ ധൈര്യമില്ലാത്തവർ കമന്റ് ചെയ്യട്ടെ. കാരണം അവർക്ക് മറ്റുള്ളവരുടെ ഭാര്യയെ കൈപിടിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ പിടിക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പാട്ട് പാടും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പാട്ട് പാടും. എനിക്കിതിൽ ഒരു പ്രശ്നമില്ല. അതുമാവാം, എനിക്കറിയില്ല. ബട്ട് ഒരു ഇത് നോക്കുമ്പോൾ ഇപ്പോൾ ഇവരെല്ലാം കാട്ടിക്കൂട്ടുന്ന കാട്ടാൻ ഇപ്പോൾ മാരേജ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വീട്ടിലെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഡിസ്കഷൻ തന്നെ ഉണ്ടായിരുന്നു, റിസപ്ഷൻ വേണോ? ഇപ്പോൾ ഞങ്ങൾക്കറിയാം വേണമായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്നുള്ളൊരു തീരുമാനമായിരുന്നു എനിക്ക്. പക്ഷെ അന്ന് ഏട്ടൻ പറഞ്ഞു, അന്ന് കുറച്ച് സങ്കടം വന്നു, ദേഷ്യപ്പെട്ടു, റിസപ്ഷൻ വേണം. അപ്പം നമ്മൾ വേണ്ട ഏട്ടാ, റിസപ്ഷൻ വേണ്ട, കല്യാണം മാത്രം മതി. പക്ഷെ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ ശരിക്കും അന്ന് ഞാൻ പറഞ്ഞത് പൊട്ട തെറ്റായിരുന്നു. അതെൻ്റെ വിഡിത്തായിപ്പോയി. വേണ്ടാന്ന് പറഞ്ഞത് വേണമായിരുന്നു ശരിക്കും. ഇല്ല, അപ്പോഴും അവർക്ക് പ്രശ്നമൊന്നുമില്ല. രണ്ടിലൊന്നുണ്ട് അവർക്ക്. അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരും നമ്മുടെ മുമ്പിലേക്ക്. അത് വന്നല്ലോ, ഞാൻ ചിരിച്ചില്ല ഒരു ഇന്റർവ്യൂല്. അടുത്ത പ്രശ്നം. മറ്റുള്ളതിലൊക്കെ ദിവ്യ നല്ല ഹാപ്പി ആയിരുന്നു, ഇപ്പൊ എന്ത് പറ്റി ലൈഫില്? ആ ചിരിയില്ലല്ലോ. ഒരു മനുഷ്യൻ വരല്ലേ. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. ചിരിച്ചാ കുറ്റം, ചിരിച്ചില്ലേ കുറ്റം, സംസാരിച്ചാ കുറ്റം, സംസാരിക്കാതെ സൈഡിൽ ഇരുന്നാൽ കുറ്റം. ആ കുറ്റങ്ങൾ ഇങ്ങനെ പറയട്ടെ ദിവ്യ. സ്ലീവ്ലെസ് ഇട്ടാ പ്രശ്നം. അതാണ് ഇപ്പോഴത്തത്. ഞാൻ സ്ലീവ്ലെസ് ഇട്ട്. അത് നമുക്ക് ഇടാനുള്ള സാധനം ഞാൻ ഇടുന്നതാണ്. എന്താണ് കണ്ടിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?